കേരളം ആരോഗ്യരംഗത്ത് ഒരുപാട് മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും ഒരു പടി പോലും പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന്, ആൻറ്റി റാബീസ് വാക്സിൻ എടുക്കുന്നു. ആ വാക്സിൻ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ 4 ദിവസം മുതൽ 6 വർഷം വരെ കഴിഞ്ഞിട്ടും പേവിഷബാധ വരാമെന്നുള്ളതാണ്. അതുകൊണ്ട് പട്ടികടി ഏറ്റു കഴിഞ്ഞാൽ ആ മുറിവിൽ തന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, വാക്സിൻ കൊടുക്കുന്നുണ്ട്, പിന്നീട് തൊലിപ്പുറത്തെടുക്കുന്നുണ്ട്, പേശിയിലും എടുക്കുന്നുണ്ട്. ഇത്രയുമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും പേവിഷബാധ ഏൽക്കുന്നുവെങ്കിൽ ആ വാക്സിൻ വ്യാജനാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഇപ്പോൾ അടുത്ത ദിവസം സംശയം ബലപ്പെടുന്നുണ്ട്. അതെ, സർക്കാർ തലത്തിൽ ഈ അടുത്ത ദിവസം ഈ വാക്സിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയുള്ള യോഗം വിളിച്ചിരിക്കുകയാണ്. അതിപ്പോഴാണ് 1, 2, 3 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടതിന് ശേഷമാണ് സർക്കാർ അല്പമെങ്കിലും ഉണർന്നിരിക്കുന്നത്, ഒരു യോഗമെങ്കിലും വിളിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. ഇത്രമാത്രം തുക വാക്സിന് വേണ്ടി നമ്മുടെ സർക്കാരുകൾ കൊടുക്കുമ്പോഴാണ് ഇത്രയും കുരുന്ന് ജീവനുകൾ മരണപ്പെടുന്നത്. മാത്രമല്ല അതിൻ്റെ ഒരു പ്രയോറിറ്റി പോലും ആശുപത്രിയിലുള്ള ജീവനക്കാർക്ക് മനസ്സിലായില്ല. മറ്റൊരു കുട്ടിയെ ഡ്രസ് ചെയ്തതിന് ശേഷമാണ് അത് എന്തായാലും അത്ര അത്യാവശ്യമുള്ളതായിരിക്കില്ല, പട്ടികടി ഏറ്റതാണ്, അത് അപ്പോൾ തന്നെ അവർ എത്തിച്ചു. നോക്കൂ, സാധാരണ നിലയിൽ ഈ വേഗത്തിൽ ആശുപത്രി എത്തുന്നതിലൊക്കെ ചിലപ്പോൾ പിഴവ് പറ്റാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല, അപ്പോൾ തന്നെ ആ മുറിവ് കൃത്യമായി കഴുകി. സർക്കാരിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പറയുന്നത് നായകടി ഏറ്റു കഴിഞ്ഞാൽ ആദ്യം സോപ്പിട്ട് നന്നായി ആ മുറിവ് കഴുകിക്കളയുക എന്ന് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. അതെല്ലാം അവർ ചെയ്ത് വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആദ്യം എത്തിച്ചെടുത്ത് പട്ടിയുടെ കടിയേക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഉമ്മുനീരിറങ്ങുന്നു എന്നുള്ളതാണ്. അതിന് കൊഴുപ്പിൻ്റെ അംശം കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ സോപ്പിട്ട് കഴുകാൻ പറയുന്നത്. 99% പൈപ്പ് വെള്ളം തുറന്നിട്ട് പൈപ്പിൽ ശക്തമായി അടിച്ചുകൊണ്ട് ആ മുറിവ് വേദന സഹിച്ച് കഴുകി സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ ഈ കൊഴുപ്പടങ്ങിയിട്ടുള്ള ആ പേയുടെ വിഷം മാറിപ്പോകുമെന്നാണ് ആരോഗ്യ രംഗത്തുള്ളവർ പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ എന്ത് വെച്ച് ആശ്വസിച്ചിരിക്കും? സ്വാഭാവികമായിട്ടും വാക്സിൻ എടുത്തു എന്നുള്ള ഒരു ആശ്വാസത്തിലിരിക്കും. പക്ഷേ അതാണ് ഇപ്പോൾ പരാജയപ്പെടുന്നത്. വാക്സിൻ മാത്രമാണ് എടുക്കാനുള്ളത്, ബാക്കിയെല്ലാം കൃത്യമായി അവർ സ്വീകരിച്ചതുമാണ്. ഇതിനിടയിൽ ഈ മറ്റു വിശദാംശങ്ങളുമായി കണ്ണൻ നായർ നമുക്കിപ്പോൾ ഉണ്ട്. 7 വയസ്സുകാരുടെ മൃതദേഹം രാവിലെ സംസ്കരിച്ചു. കൊല്ലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലായിരുന്നു ഈ സംസ്കാര ചടങ്ങുകൾ നടന്നത്. കണ്ണൻ നായർ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, ആ അമ്മയുടെ സങ്കടം അത് കണ്ടു നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. അത്ര രീതിയിൽ ഒരു മകൾ നഷ്ടപ്പെട്ട ഒരു ഉമ്മ പൊട്ടിക്കരയുകയാണ്. ആരോഗ്യ കേരളം എന്ന് നമ്മൾ പറയുമ്പോഴും ഇത്തരമൊരവസ്ഥ വരുന്നു. മറ്റൊന്ന്, പേവിഷമുള്ള പട്ടി ആ പ്രദേശത്തുണ്ട് എന്നുള്ള കാര്യം പഞ്ചായത്തിനും അറിയാം. അപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറയുന്നത്രേ പട്ടിയെ കൊല്ലാൻ നിയമമില്ല എന്ന്. ആ ഉമ്മ ചോദിക്കുകയാണ്, എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ ഇവിടെ നിയമമുണ്ടോ എന്നുള്ളത്. സ്വാഭാവികമാണ്. നമ്മൾ പലപ്പോഴായിട്ട് മാതൃഭൂമി ന്യൂസ് പരമ്പരകൾ ചെയ്തിട്ടുള്ളതാണ്. ഓരോ ABC സെന്ററിനെ കുറിച്ച് പരമ്പര ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മാർഷൽ നമ്മൾ ഇത്രയധികം ഗൗരവത്തിൽ ചെയ്ത വിഷയങ്ങൾ കുറവായിരിക്കും. മാതൃഭൂമി ന്യൂസ് എത്രയോ കാലം ദീർഘമായി ABC സെന്ററുകളുടെ പ്രവർത്തനം അവതാളത്തിലാണ്. ഒരു തരത്തിലും തദ്ദേശ സ്ഥാപനങ്ങളുടെയും തദ്ദേശ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും തെരുവുനായകളെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടി ഉണ്ടാകുന്നില്ല. നിയമപരമായ തടസ്സം പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞ് ഇരിക്കുകയാണ് എന്നതാണ്. ആ നാടിന്റെ കണ്ണീരത് എത്രത്തോളം വലുതാണ് കണ്ണൻ? രതീഷ്, എല്ലാം നഷ്ടപ്പെട്ട സ്വന്തം മകളെ, പൊന്നോമനയെ അവസാനമായി ഒരു ചുംബനം പോലും നൽകാൻ സാധിക്കാതെ തിരിച്ച് മണ്ണിലേക്ക് മടക്കി വിട്ടേണ്ടി വന്ന ഒരു അമ്മയുടെ അവസ്ഥയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് തെരുവുനായ ആ കുഞ്ഞിനെ ആക്രമിച്ചത്. അതേ സമയത്ത് തന്നെ ആ സ്ഥലത്ത് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം മറ്റൊരു തെരുവുനായ. ഈ പ്രദേശത്താകെ തെരുവുനായയുടെ ശല്യം വളരെയേറെ രൂക്ഷമാണ്. കഴിഞ്ഞ 8-ാം തീയതിയാണ് ആ കുഞ്ഞിനെ തെരുവുനായ ആക്രമിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് തൊട്ട് സമീപത്തൊരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടുത്തെ ജോലിക്കാർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ്. ആ സമയത്ത് തെരുവുനായ ഇവിടേക്ക് വരികയും കടിക്കുകയുമായിരുന്നു. ഉടൻ തന്നെ ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് 11:30-ക്കാണ് തെരുവുനായയുടെ കടിയേൽക്കുന്നത്. 11:30-ക്ക് തന്നെ ഇവിടെ നിന്ന് കൃത്യമായി ഈ വെള്ളം ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ച് മുറിവൊക്കെ കഴുകി വിളക്കുടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്താണ് അവിടെ കൃത്യമായിട്ടുള്ളൊരു ചികിത്സ ലഭ്യമായിട്ടില്ല എന്നുള്ളൊരു പരാതി അടക്കം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാരൊക്കെ തന്നെ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചില പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇപ്പം കേരളത്തിലാകെ 1 മാസത്തിനിടെ 3 മരണമായി. ഇപ്പം നമ്മുടെ പഞ്ചായത്തിലുമായി. ഇനിയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? തീർച്ചയായിട്ടും ഇനിയെങ്കിലും അല്ല, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു മരണം ഉണ്ടാവില്ലായിരുന്നു. മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാലിന്യങ്ങൾ മൊത്തം നീക്കം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നുണ്ട് വാർഡ് തലത്തിൽ. അതിനുശേഷം നമ്മളിപ്പം അവസാനമായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വാക്സിൻ കൊടുക്കുക എന്നുള്ള, പ്രതിരോധ വാക്സിൻ കൊടുക്കുക. അതുപോലെ ഈ തെരുവുനായെ നമ്മൾ നീക്കം ചെയ്യുന്നതിനായിട്ട് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നുകൊണ്ട് വന്ധീകരണ ശസ്ത്രക്രിയ നടത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം. 3 വാക്സിൻ
എടുത്തൊരു കുഞ്ഞിന് ജീവനാണ് നഷ്ടമായത്. അതെ, അത് വാക്സിനെ നമുക്ക് കാരണം അത് കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ അനുസരിച്ചുള്ള ഇഞ്ചക്ഷൻ വാക്സിൻ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഇത് ആഴത്തിലുള്ള മുറിവായിരുന്നു. അത് നേരിട്ട് ഞരമ്പിനെ ബാധിച്ചു, അങ്ങനെ തലച്ചോറിനെ ബാധിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റിയ മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് നമുക്കറിയാൻ പറ്റിയത്. അപ്പോൾ അത് തുടർന്ന് അതിനെക്കുറിച്ച് തീരുമാനിക്കണം മെഡിക്കൽ നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോഴും ഈ പ്രദേശത്താകെ തെരുവ് നായ്ക്കളുണ്ട്. നിങ്ങൾ ഇത് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു, പക്ഷേ പ്രത്യക്ഷത്തിൽ തെരുവ് നായ ശല്യങ്ങളുണ്ട്. അതായത് മാലിന്യങ്ങൾ ജനങ്ങൾ വീണ്ടും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക. എവിടെ മാലിന്യങ്ങൾ കുന്നുകൂടുന്നുണ്ടോ അവിടെ എല്ലാം തെരുവുനായുടെ എണ്ണവും കൂടുന്നുണ്ട്. അത് ജനപ്രതിനിധി അല്ലെ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, പഞ്ചായത്തിന്റെ അധ്യക്ഷ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഒരു കഴിവുകേടല്ലേ മാലിന്യം വലിച്ചെറിയുന്നത്? അല്ല, അത് നമ്മൾ കൃത്യമായിട്ട് നോട്ടീസ്, അത് നമുക്ക് എത്ര പറഞ്ഞാലും ജനങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. അവർ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജനങ്ങളിലാണ് ഒരു മാറ്റം ഉണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും അവരിലൊരു മാറ്റം ഉണ്ടായി ഈ മാലിന്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിയാതിരിക്കുക. അതുപോലെ തന്നെ അറവ് മാലിന്യങ്ങൾ ഇതിനോട് ചേർന്ന് തൊട്ടടുത്തൊരു തോടാണ്. അതായത് 3 കിലോമീറ്ററോളം നീളത്തിലും അതുപോലെ 8 മീറ്റർ വീതിയിലും ഒഴുകുന്ന ഒരു തോട് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ 18-ാം വാർഡ് മുതൽ 3-ാം വാർഡ് വരെ കടന്നു. അതായത് മാലിന്യം വലിച്ചെറിയുന്നവർക്ക് 25,000 രൂപ പിഴയുള്ള നാടാണിത്. അവിടെ മാലിന്യം വലിച്ചെറിയുന്നവരെ കാണാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ഭരണമാണ്? അതായത് രാത്രി കാലങ്ങളിലാണ് ഇത് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. നമുക്ക് കഴിവതും നമ്മൾ നമ്മുടെ മുൻപ് കിട്ടുന്നവരെല്ലാം നമ്മൾ പിടിക്കുകയും ഫൈൻ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ അറവുശാലകൾക്കും അതുപോലെ കടകൾക്കെല്ലാം നമ്മൾ നോട്ടീസ് കൊടുത്ത് കൃത്യമായിട്ടും മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഏർപ്പാടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും അല്ലാതെ ഇനിയൊരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ നഷ്ടമാകാതെ ഇരിക്കട്ടെ എന്നുള്ള കാര്യം മാത്രമാണ് പറയാനുള്ളത്. ഈ വീട്ടിലാണ് മാർഷൽ കുഞ്ഞുണ്ടായിരുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഈ വീടിന്റെ വാതിലിൽ വെച്ചാണ് കുഞ്ഞിന് കടിയേൽക്കുന്നത്. അന്ന് 8-ാം തീയതി തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ പഞ്ചായത്തിൻ്റെ ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. വളരെ വൈകിയാണ് ആദ്യ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തത്. 11-ാം തീയതി 15-ാം തീയതിയും പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തു. എന്നാൽ 28-ാം തീയതിയോടുകൂടി പനി ബാധിക്കുകയായിരുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോയത്. അതിനുശേഷം തിരുവനന്തപുരത്ത് SIT ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 1:30 ആ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചത്. ഇത് കാര്യങ്ങൾ പറയുമ്പോഴും സമീപത്ത് തന്നെ മാലിന്യം ഒഴുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറച്ചി കടകളിലെ മാലിന്യം അടക്കമുള്ളവ നിക്ഷേപിക്കുന്നുണ്ട്. അവിടെയൊക്കെ നിന്ന് ഈ തെരുവ് നായ്ക്കൾ ആ ഇറച്ചി മാലിന്യങ്ങളൊക്കെ നിന്ന് വീർത്ത് വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ കുട്ടിയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. പല സമയങ്ങളിലും ഈ ജനപ്രതിനിധികളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്, ഇപ്പം തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നു. പക്ഷേ അതൊരു തരത്തിലും ഒരു പരിഹാരം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവനാണ്. അവൾ ഓടിക്കളിച്ചിരുന്ന ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ചാണ് തെരുവുനായ ആക്രമിക്കുന്നത്. അങ്ങനെ ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണ്. ഇനി ഇപ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്നുള്ളത് തന്നെയാണ് വീണ്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വാഗ്ദാനം.